ആകെ എല്ലാവരും കുടുങ്ങി. മോദി സർക്കാർ ഇവിടെ പഴയ 500-1000 എടുക്കൂലെന്ന് പറഞ്ഞപ്പോഴ്, അത് നിരോധിച്ചപ്പോഴ് എല്ലാവരും കുടുങ്ങി. ഞാനും കുടുങ്ങി. ഞാനിനി എവിടെ പ്രഭാഷണത്തിന് പോയാലും ആരെങ്കിലും ഒന്ന് തന്നാൽ, നമുക്കറിയാമല്ലോ, ആരെങ്കിലും ഒന്ന് തന്നാൽ പഴയ തൊട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് ക്യൂ നിൽക്കാൻ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ 500-ന്റെയും പഴയ നോട്ടുകളൊക്കെ ഇന്ന് മോദി സർക്കാർ ഒഴിവാക്കിക്കൊണ്ട് ചില ആളുകളുടെ സമ്പത്തൊക്കെ കുറയാൻ തുടങ്ങി. ഓരോ ആൾക്കാരിന്ന് പലരെയും സഹായിക്കാൻ തുടങ്ങി. കാരണം എന്ത്? ഇനി 500-1000 വെച്ചിട്ട് ഇനി കാര്യമെന്ന് തന്നെ ഇല്ല. എന്തുമായി കൊള്ളട്ടെ, ഞാനൊന്ന് സാന്ദർഭികമായി പറഞ്ഞതാ പെങ്ങളെ. ജീവിതത്തില് അള്ളാനെ കുറിച്ചിട്ടുള്ള ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നോക്കൂ നിങ്ങള്, പലരും പല അധികാരങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ഇന്ന് എല്ലാ പെൺമക്കളാണ്, ഇന്നെന്റെ പെങ്ങന്മാരാണ്, എന്റെ ഉമ്മമാരാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ട് അവർ അധികാരപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുകയാണ്. ഒരു നഗരത്തില് തന്റെ പാർട്ടി ജയിച്ചാൽ കലാശക്കൊട്ട് നടക്കുമ്പോ ഇന്നെന്റെ പെങ്ങന്മാര് ആടിത്തിമിർത്താടാൻ പോകുന്നില്ലേ? എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എത്രയോ ഫാത്തിമമാര് മത്സരിച്ചില്ലേ, എത്രയോ ആയിഷമാര് മത്സരിച്ചില്ലേ, എത്രയോ പെങ്ങന്മാര് മത്സരിച്ചില്ലേ? തന്നെ ഔറത്ത് കാണിച്ചുകൊണ്ട് മറ്റുള്ള പുരുഷന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആടാനും തിമിർത്താടാനും താൻ ഭരിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, മഹദിമാരായ ആയിഷ ബീവിയില്ലേ, മൈമൂന ബീവിയില്ലേ, ഫാത്തിമ ബീവിയില്ലേ, ഏറെ സമ്പന്നരായിരുന്ന ഖദീജ ബീവിയില്ലേ, എത്രയോ ബുദ്ധിമതിയായിരുന്നല്ലോ ആയിഷയാണല്ലോ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത. എന്നാൽ ആയിഷക്ക് ഇത്ര ഓർമ്മശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, ആയിഷ ബീവിക്ക് ഇത്ര ബുദ്ധി കൂർമ്മത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്നാൽ ആയിഷാനെ ഒരു ഭരണാധികാരിയാക്കിയിട്ടില്ല. ഖദീജാനെ ഒരു ഭരണാധികാരിയാക്കിയിട്ടില്ല. പിന്നെ എന്തിനാ പെണ്ണേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? നിന്നോട് വീട്ടിലടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാ. നാട് വീഴക്കാരുള്ളതല്ല. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരെ, തന്റെ ശരീരം സൂക്ഷിച്ചോ, നാളെ കത്തിയാളുന്ന കത്തിജലിക്കുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിയേക്കാ എന്റെ ഉമ്മ, എന്റെ പെങ്ങന്മാരെ, നിങ്ങളെ വലിച്ചെറിയുമ്പോ, അല്ലാഹു വലിച്ചെറിയുമ്പോ അവിടുന്ന് എത്ര കരഞ്ഞാലും, അവിടുന്ന് എത്ര നൊമ്പരപ്പെട്ടാലും സ്വർഗം കാണിക്കില്ല പെങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ സീരിയൽ കാണണ്ട, സിനിമാ നടിമാരെ പ്രേമിക്കണ്ട എന്റെ പെങ്ങളെ, സിനിമാ നടിമാരെ നമ്മൾ റോൾ മോഡലാക്കണ്ട പെങ്ങളെ. എല്ലാവരും ക്യൂ നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ബഡ്ജറ്റിന് വേണ്ടിയിട്ട്. ഒന്നാമത് ബീവറേജിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ക്യൂ നിൽക്കുകയാണ്. കുറച്ച് സ്വല്പം ഒന്ന് കിട്ടിയ ശരീരത്തിന് എന്തോ ഒരു ആനന്ദമാണ്. കൂട്ടുകാരനെ വിളിക്കുന്നു, ഒന്ന് സ്വല്പം കുടിച്ചു നോക്കൂ, എന്തോ ഒരു ആനന്ദമാ, മനസ്സിന് എന്തോ ഒരു കുളിരാണ്. നീ ഏതോ ലോകത്തേക്ക് എത്തിപ്പോകോ, നിനക്ക് സ്വർഗം പോലാത്ത അനുഭൂതി നിന്റെ ജീവിതത്തിൽ ലഭിക്കുമത്രേ. അങ്ങനെ ചുരുട്ടും, കയ്യിൽ വെച്ചുകൊണ്ട് ചുരുട്ടിയിട്ട് പറയും,
നീ ഒന്ന് വെച്ചു നോക്കടാ, ചുണ്ടിന്റെ അടിയിലൊന്ന് വെച്ചു നോക്കടാ. ഏതോ ഒരു ലോകത്തേക്ക് നാം എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ നാശാക്കുകയാണ്, സൗഹൃദത്തെ നാശാക്കുകയാണ്. എത്രയോ ആളുകളാ ഇന്ന് നമ്മൾ കണ്ടുവരികയല്ലേ. ഇന്ന് നാട്ടിലെ, നഗരത്തിലെ, പട്ടണങ്ങളിലൂടെ പുലിമുരുങ്ങലും തോപ്പിൽ ചോപ്പനുമെന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോ 100 കോടിയും അതുപോലെ തന്നെ കോടികൾ വിലമതിച്ചുകൊണ്ട് അവരെല്ലാം പടം നിർമ്മിക്കുമ്പോഴാ, അവരെല്ലാം വാരിക്കൂട്ടുമ്പോഴാ, ഇന്ന് തിയേറ്ററുകളിലെ മുന്നിൽ ചെന്നുകൊണ്ട് പുലിമുരുകൻ കാണാനും തോപ്പിൽ ചോപ്പൻ കാണാനും വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന എത്രയോ ആളുകളില്ലേ, എത്രയോ തട്ടമിട്ട പെണ്ണുങ്ങളില്ലേ, എത്രയോ യുവതികളില്ലേ, എത്രയോ യുവാക്കളില്ലേ. ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ, നമ്മെ കാക്കുമാറാകട്ടെ, നമ്മെ കാക്കുമാറാകട്ടെ. മാത്രമല്ല ഇന്ന് സിനിമയോ അതുപോലെ തന്നെ ഇന്നത്തെ പങ്ങന്മാര്, ഇന്നത്തെ യുവാക്കള്, യുവതികളുടെ മൊബൈൽ ഫോണുകളില് ബ്ലൂ ഫിലിമുകളല്ല അധികരിച്ചു വരുമ്പോ, അശ്ലീലമായ ചിത്രങ്ങളും വീഡിയോകളും കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്റർനെറ്റിൽ ചെറിയ കുട്ടി പോലും ഉപയോഗിക്കാത്ത മക്കളില്ല. ജനിച്ച ഉടനെ തന്നെ കുറച്ചു പ്രായമായാൽ തന്റെ ഉപ്പയോട് പറയുമത്രേ, തന്റെ ഉമ്മയോട് പറയുമത്രേ, ഉമ്മ എനിക്കൊരു ഐഫോൺ വേണോ, അല്ലെങ്കിൽ ഒന്ന് തൊട്ടമർത്തുന്ന മൊബൈൽ വേണോ, അല്ലെങ്കിൽ ഒന്ന് നീക്കുന്ന മൊബൈൽ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടുമ്പോ വീടിന്റെ അകത്തളത്തിൽ നിന്ന് വാശി പിടിക്കുന്ന എന്റെ കുഞ്ഞു മക്കളില്ലേ, ഇന്നത്തെ മക്കളില്ലേ, അവർക്ക് ആഗ്രഹം വലിയ ആഗ്രഹം ഉണ്ടായിട്ടല്ല, മറ്റുള്ളവരൊന്ന് തോണ്ടുന്നത് കാണുമ്പോ എനിക്കും ഒരു ആഗ്രഹമില്ലേ, അതൊന്ന് ഉപയോഗിക്കാൻ, അതൊന്ന് പിടിക്കാൻ എനിക്ക് ഏറെ ആഗ്രഹമില്ലേ. പക്ഷേ ഇന്നത്തെ ഉമ്മമാര്, ഇന്നത്തെ ഉപ്പമാര് അത് ഉടനെ വാങ്ങിക്കൊടുക്കുകയാണ്, അവന്റെ ജീവിതം മാറ്റിമറിക്കുകയാണ്. പിന്നെ അവൻ ജീവിക്കുന്നത് എന്താണ്? നാടുനീളെ കറങ്ങിക്കൊണ്ട് മറ്റുള്ള പെണ്ണുമായിട്ട് കൂടിച്ചേരാനോ, മറ്റുള്ള പെണ്ണുമായി കൊണ്ട് കൂടിച്ചേരാനോ, വിചാരം ചെയ്യാനും പീഡനത്തിലേക്ക് കളിക്കാനോ ഇവനെ സാധിക്കുന്നതാണ് മൊബൈൽ എന്നത്. മാത്രമല്ല ഒരു ഭവിഷ്യത്ത് കൂടി അതിലുണ്ട്. ഇന്നത്തെ പെങ്ങന്മാര് ആ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ഒളിച്ചോളുന്ന